കോഴിക്കോട്ടെ കാവിലമ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതിന് പിന്നാലെ സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. കാട്ടാന ശല്യത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധം. തൊട്ടടുത്ത പോലെ വീട്ടിലോട്ട് പോയതാ. അവിടെ എൻ്റെ വൈഫ് ഇങ്ങനെ എന്നെ വിളിച്ച് മുറ്റത്ത് ആനയുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ആ വീട്ടിലുള്ള ആളും അവൻ്റെ വൈഫും കൂടി വന്നു നോക്കുമ്പോൾ എൻ്റെ ഓളെ ഓടിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അത് ഓളെ രക്ഷിക്കാൻ ഞങ്ങൾ ബഹളം വെച്ച് അവിടെ ആന എന്നെക്കൊള്ളത് ഓടി. ഞാൻ മറിഞ്ഞ് വീണ് പിന്നെ ചവിട്ടി ഉരുട്ടി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ബഹളം വെച്ചാൽ എങ്ങനെ ഓടിക്കഴിഞ്ഞു. കുട്ടിയാനായതുകൊണ്ട് രക്ഷപ്പെട്ട. അല്ലെ ഇപ്പം നാളെ ചുവരിലും മേളിൽ പടവായല്ലേ. സ്ഥിരമായിട്ട് അവിടെ ആന ഇറങ്ങുന്നതാ. എല്ലാ ദിവസം ഫോറസ്റ്റുകാർ വരും. ഓരോന്നിങ്ങനെ നോക്കി അങ്ങ് പോകും. അത് തന്നെ ഞങ്ങൾ ലൈനുണ്ട്. ഇപ്പോൾ സാധാരണ സന്ധ്യക്കാണ് വരും. ഇങ്ങനെ പകൽ വരുന്നത് ഒരിക്കലും തിരിഞ്ഞിക്കില്ല. രാഹുൽ കെ വി വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ആളുകൾ ഭയപ്പാടിലാണ്. സ്വാഭാവികമായിട്ട് ആ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ രാത്രിയിൽ വനവകുപ്പിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ദിവിഷ്, ഈ മേഖലയിൽ കാട്ടാന ശല്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിരൂക്ഷമാണ്. അധികം പ്രായമില്ലാത്ത ഒരു ആന, പക്ഷെ അത്ര ചെറുതുമല്ല. ഈ ആഴ്ചകളായി മേഖലയിൽ അമ്പടിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ 2 പേർക്കാണ്, തങ്കച്ചനും ഭാര്യയ്ക്കുമാണ് വീട്ടുമുറ്റത്ത് വെച്ച് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം 4ഓളം പേർക്ക് ആന പിന്നാലെയോടെ ഒക്കെയായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് ഇന്നിപ്പോൾ ആക്രമണം ഉണ്ടായ സ്ഥലത്തേക്ക് വന്ന വനം വകുപ്പിന്റെ 3 ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. കാട്ടാന ശല്യം പരിഹരിക്കുന്നതിന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിക്കാതെ അവരെ അവിടെ നിന്ന് വിട്ടയക്കാൻ സാധ്യമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒന്നുകിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ വനം വകുപ്പ് കൃത്യമായി ഇടപെട്ട് ആനയെ ഉൾവനത്തിലേക്ക് തുരത്തുക എന്ന ഉറപ്പ് ലഭിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിലധികമായി ഈ ഉദ്യോഗസ്ഥരെ വാഹനത്തിൽ നിന്ന് പോലും ഇറങ്ങാൻ അനുവദിക്കാതെ സ്ഥലത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ആക്രമണം ഉണ്ടായ ഈ സ്ഥലം, അതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ചൂരണി എന്ന് പറയുന്ന സ്ഥലം. ഒരു മലയുടെ ചെരുവായിട്ട് വരും. ഈ ഭാഗത്തും ഇതേ ആന തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, നാശം വിതച്ചിരുന്നു. കഴിഞ്ഞ ദിവസം CPM തന്നെ കുറ്റ്യാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ഉപരോധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. വനം വകുപ്പിന്റെ ഇടപെടലുകൾ കൃത്യമായി നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ സംഘടിച്ചതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഉറപ്പ് ലഭിക്കാതെ ഇവരെ വിട്ടയക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഏതായാലും നാട്ടുകാർ ഇപ്പോൾ ഉള്ളത്.